മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് അപകടം. ബസ് ഡിവൈഡറിൽ ഇടിച്ച തല കീഴായി മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളുമായി സ്വാലിഹ് കൂടി ചേരുന്നു. സ്വാലിഹ്, എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്? നിലവിൽ രക്ഷാപ്രവർത്തനം അടക്കം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു അപകടം നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് തലകീഴായി മറിഞ്ഞത്. ഡിവൈഡറിൽ തലകീഴായി മറിയുകയായിരുന്നു. അമിത വേഗതയിലാണ് ഈ ബസ് വന്നിരുന്നതെന്ന് ദൃശ്യങ്ങളൊക്കെ പറയുന്നത്. ഏതാണ്ട് മുഴുവൻ സീറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഏതായാലും വലിയ അപകടം തന്നെയാണ്. 3 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വാഹനത്തിന് അകത്തുള്ള ആളുകളെ മുഴുവൻ പുറത്തെത്തിച്ച് കുറ്റിപ്പുറത്തെയും അതുപോലെ കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ തന്നെയാണ്, ഒപ്പം ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഉമ, വലിയൊരു അപകടം സ്വാലിഹ്. മാത്രമല്ല ഇതിൽ ശ്രദ്ധക്കുറവ് ഒരു വലിയൊരു വിഷയമാണ്. മാത്രമല്ല അടുത്തിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ അടക്കം സംഭവിച്ചത്. ഇതിൽ മാത്രമല്ല സ്വാഭാവികമായി സ്വകാര്യ ബസ്സുകളടക്കം ഈ അമിത വേഗത ഒരു പ്രശ്നമാണ് എന്ന ആരോപണങ്ങൾ അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൽ നിരവധി പേർക്ക് ഗുരുതര പരുക്കടക്കം ഏറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില അടക്കം എങ്ങനെയാണ് തുടരുന്നത് എന്നതടക്കം അറിയേണ്ടതുണ്ട്. സ്വാലിഹ്, പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അമിത വേഗതയാണ് ഈ അപകട കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ഇപ്പോൾ ഈ പരിക്കേറ്റവരെ എല്ലാം പ്രാഥമികമായി തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് കോട്ടക്കലിലെയും കുറ്റിപ്പുറത്തെയും സ്വകാര്യ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അപകടം ഇപ്പോൾ നടന്നിട്ടേ ഉള്ളൂ. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് ഈ ദൃക്സാക്ഷികൾ പറയുന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്. ഗുരുതരമായ പരിക്കുകൾ ഉണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് എന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ഇപ്പോഴുള്ളത്. വലിയ അപകടം തന്നെയാണ്. ബസ് ഈ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുകയായിരുന്നു. മറികടക്കാനുള്ള ശ്രമത്തിനിടെ ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിയുകയായിരുന്നു. റോഡിന്റെ റോഡിന്റെ ഒരു ഭാഗത്ത് തന്നെ ഈ തല കീഴായി മറിഞ്ഞ് ആളുകൾ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ വലിയ വേഗതയിൽ ഒരു വാഹനം വന്നിരുന്നു എന്ന് പ്രാഥമിക നിഗമനമാണുള്ളത്. ഈ പ്രദേശത്തെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് ഈ വാഹനം അമിത വേഗതയിലായിരുന്നോ എന്നതിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനാവൂ. പോലീസ് ഇക്കാര്യം അന്വേഷിക്കും. ഉമ, മാത്രമല്ല സ്വാലി, ഈ ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാണ്. ബസ് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ആളുകളടക്കം അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അതിനുള്ള സാഹചര്യങ്ങൾ അടക്കം കാണുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല എത്ര പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു, ഇനി ആരെങ്കിലും രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? മാത്രമല്ല രക്ഷാപ്രവർത്തനം അടക്കം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാലി, ബസ്സിനകത്ത് ഇനി ആരുമില്ല. മുഴുവൻ പേരെയും നിലവിൽ പുറത്തെടുത്തിട്ടുണ്ട്. അവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വാഹനം തലകീഴായി മറിഞ്ഞതുകൊണ്ട് തന്നെ നിരവധി പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ലാതെ പോലീസ് ഈ വാഹനത്തിലെ ജീവനക്കാരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഉമ, മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ബസ് ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിയുകയായിരുന്നു. ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. ബസ് പൂർണ്ണമായും തകർന്നൊരു ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ബസ്സിലാരും ഇനി കുടുങ്ങിക്കിടക്കുന്നില്ല. എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ മാത്രമല്ല എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സാരമായി പരിക്കേറ്റവർ ഇനിയും ഉണ്ടോ എന്നതടക്കം അറിയേണ്ടതുണ്ട്. എന്നാലും ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഡിവൈഡറിൽ ഇടിച്ചാണ് മറിയുന്നത്. മാത്രമല്ല ബസ്സിന്റെ അമിത വേഗതയാണോ ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്നടക്കം അറിയേണ്ടതുണ്ട്. നിരവധി പേർക്ക് എന്തായാലും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇനിയും എത്ര പേർ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതടക്കം അറിയേണ്ടതുണ്ട്. കൃത്യമായ കണക്ക്, ബസ്സിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നതിലടക്കം കൃത്യമായ ഒരു കണക്ക് അടക്കം പുറത്തു വന്നിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണ്. രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുകയാണ്. മലപ്പുറം കുറ്റിപ്പുറത്താണ് ഇത്തരത്തിൽ ഒരു ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്.